ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആയിട്ട് ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ആരും എണീറ്റിട്ടില്ല കേട്ടോ. ആരും എണീറ്റില്ല എന്ന് കുട്ടികൾ ആരും എണീറ്റിട്ടില്ല. സമയം ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ലഞ്ചും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഒച്ചയും ബഹളവും കേൾക്കാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇന്നിവിടെ മഴയാണ് കേട്ടോ. ഇന്ന് കൊച്ചിയൊക്കെ രാവിലെ തന്നെ മഴയാണ്. അപ്പോൾ ഇനി അലക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അലക്കിയിട്ട് കാര്യമില്ല, നമുക്ക് എവിടെയും തോന്നിടാൻ പറ്റില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് പരിപാടി ഉണ്ട്. നമ്മൾ ട്രെയിനിനാണോ കാറിനാണോ പോകണതെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊരാൾ എണീറ്റ് വന്നു കേട്ടോ. പുറത്ത് പോയി നോക്കി ഇപ്പോഴും ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തോറിടാനൊന്നും പറ്റില്ല. പിന്നെ അതാ ചെറുതായിട്ടൊരു വെയിൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തോരട്ടു കേട്ടോ. ആളുടെ അടുത്ത് പോയിട്ട് എൻ്റെ അടുത്ത് കടക്കാൻ പറയാണ്. അപ്പം അങ്ങനെ പിന്നെ എന്താ ഓഫീസിൽ നിന്ന് ഒരാൾ കൊടുത്താട്ടോ കുറച്ച് സ്പൈസസ്. ഇതോൾ സ്പൈസസ് ഒരു കവറിലായിരുന്നു. അപ്പോൾ അത് ഇനി ഈ ഒരു ബോക്സിലേക്ക് മാറ്റണം. ഇത് ഞാൻ ആമസോണിൽ മേടിച്ചതാണ് കേട്ടോ. 100 സംതിങ് എത്രയോ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി തരംതിരിച്ച് വെക്കണം. ഇപ്പോൾ വലിയ ജീരകം കുരുമുളകൊന്നും തരംതിരിക്കാൻ കുറേ ഞാൻ ശ്രമിച്ചു, പക്ഷേ ക്ഷമയില്ലാത്തത് കൊണ്ട് എല്ലാം കൂടി ഉൾപ്പെട്ടു. ബാക്കിയൊക്കെ ഞാൻ തരംതിരിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി കറി എന്തെങ്കിലും വെക്കണം. അപ്പോൾ മോരുകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മോരുകറി വെക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ പിന്നാലെ രണ്ടാളും വരും കേട്ടോ. പിന്നെ അവരോരോന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതും കൂടി വെക്കണം. ചോറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടികൾ പിന്നെ വന്ന് അവരിത് തേങ്ങ തിന്നാണ്. പിന്നെ അങ്ങനെ എൻ്റെ പിന്നാലെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്ത് പെരുമഴ. ഞാനൊന്ന് വാതിൽ തുറന്നു പുറത്തേക്ക് ഓടിയിട്ടോ. നിങ്ങൾക്ക് പുറത്തുനിന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാൻ മോര് വെച്ചാണ്. ഇപ്പോൾ സമയം ഒരു 2:30-2:45 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, ഫുഡ് കഴിക്കണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു, ഞാനും ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളെ മാറ്റലും നമ്മളെ ഡ്രസ്സിങ്ങും അതൊന്നുമല്ല ഏറ്റവും റിസ്ക് ഉള്ളത്. കുട്ടികളെ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് റെഡിയാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് തുറന്നൊരു പണിയാണ്. വിളിച്ചോടത്ത് വരില്ല. പിന്നെ മുടി വെട്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് റെഡി ആവട്ടെ കേട്ടോ.
അപ്പോൾ ട്രെയിനിലല്ല, നമ്മൾ കാറിലാണ് പോകുന്നത്. ലാസ്റ്റ് ഡിസിഷനിലെത്തി. ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച്. 6 മണി കഴിഞ്ഞു, 6:15 കഴിഞ്ഞു, 6:30 കഴിഞ്ഞു, ആളെത്തുവരെ എത്തിയിട്ട് അത് ഇപ്പോഴാട്ടെ എത്തുന്നത് സമയം. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഇറങ്ങുന്നത്. ഒരു അപ്പയ്ക്കിന് ഉറങ്ങി. ഉറക്കത്തുനിന്ന് രണ്ടാളും എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. നമ്മളിനി നേരെ പോവാണ്. ഒരു 12 മണി 12:30 ആവുകൊണ്ടായിരിക്കും ഇനി വീട്ടിൽ എത്താനും കേട്ടോ. കൊച്ചിയിലാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏകദേശം നല്ല ബ്ലോക്ക് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അങ്കമാലി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ബ്ലോക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി അങ്ങനെയൊക്കെയാണ് പോയത്. പിന്നെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ട് ഞങ്ങൾ ഇന്ന് ഗവൺമെൻറ് റെസ്റ്റോറൻറ്റ്. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു തട്ടുകട തിരഞ്ഞിട്ട് ഞങ്ങൾ 3-4 കടയിൽ പോയി തട്ടുകടയിൽ. പക്ഷെ അവിടെയൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും, അതിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, മന്തി തന്നെ ഓർഡർ ചെയ്തു. ഒരു ഹാഫ് മന്തി ഓർഡർ ചെയ്തു. അതായത് കുട്ടികൾക്ക് മന്തി ഇഷ്ടമാണ്. അപ്പോൾ ഇതാ മന്തി ഓർഡർ ചെയ്തു. മന്തി വലിയ കുഴപ്പമില്ല, അത്ര കൊടുക്കണം. അതെല്ലാം കഴിച്ചിട്ട് കാറ് കയറി. പിന്നെ അങ്ങനെ പോണതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലെത്തി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. വീട്ടിലെത്തി പിന്നെ ഇതാ അവർ അമ്മമ്മയായിട്ട് കളി തുടങ്ങി കേട്ടോ. ഇനി എപ്പോഴാണ് ഉറങ്ങാമെന്ന് അറിയില്ല. സമയം ഇപ്പം തന്നെ ഒരു 1:30 1:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവർ ഉറങ്ങാൻ എന്താ ലേറ്റ് ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒച്ചപ്പാട് ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കേട്ടോ, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവർക്കും ടാറ്റ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.